ബിസിനസ് ചെയ്ത് വിജയിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്കറിയാം, നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെറിയൊരു റൂമിലാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്തത് ഫ്രീലാൻസ് ആയിട്ട് ബിസിനസിന്റെ ലൈസൻസ് സർവീസുകൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതായിരുന്നു. എന്നിട്ട് അതൊരു ബിസിനസ് കൺസൾട്ടൻസി ആയിട്ട് മാറി, ബിസിനസ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാറി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സ് ജ്വല്ലറി ഐറ്റംസിന്റെ ബിസിനസ് ചെയ്യുന്നുണ്ട്, ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ അച്ചാറിന്റെ ബിസിനസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മെയിൻ ആയിട്ട് ആമസോൺ, സോഷ്യൽ മീഡിയ, ഫ്ലിപ്കാർട്ട്, മീഷോ വഴിയൊക്കെയാണ് നമ്മൾ വിൽക്കുന്നത്. ഈ എല്ലാ ബിസിനസ്സുകളും നമ്മൾ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്ന ബിസിനസ്സുകളല്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഒരു ബിസിനസ് ചെയ്ത് അതിനൊരു സ്റ്റേബിൾ സ്റ്റേജിൽ എത്തിയ ശേഷം അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്റ്റാഫിനെയും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ആണ് അച്ചാർ ബിസിനസ് എന്നുള്ളത്, പിക്കിൾ ബിസിനസ് എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഒരു അച്ചാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, എന്തൊക്കെയാണ് അതിന്റെ സ്റ്റെപ്സ് എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കൊരു ബിസിനസ് കൺസൾട്ടൻസി കൂടി ഉണ്ട്. നമ്മൾ വർഷങ്ങളായിട്ട് ബിസിനസിന്റെ ലൈസൻസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ലീഗൽ സൈഡിനെ കുറിച്ചൊക്കെ വളരെ നല്ല രീതിയിൽ അറിയാം. അതിന്റെ ബേസിലൂടെയാണ് കേട്ടോ ഞാൻ നിങ്ങളോട് ഈ ഒരു ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ അച്ചാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ, ഒരുപാട് പോസിറ്റീവ് സൈഡുകൾ നമ്മുടെ അച്ചാർ ബിസിനസ്സിനുണ്ട്. ഇപ്പൊ നിങ്ങൾ തന്നെ വീട്ടിൽ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ ഹസ്ബൻഡ് ഒക്കെ പറയാറുണ്ടായിരിക്കാം, ഓ എന്ത് ടേസ്റ്റ് ആണ് നിന്റെ അച്ചാറിന് എന്നുള്ളത് അല്ലേ. ഇപ്പൊ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അച്ചാറിന് വളരെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പക്ഷെ അതിനൊരു ബിസിനസ് ആക്കി മാറ്റാനായിട്ട് ആൾക്ക് അറിയുണ്ടാവില്ല. അപ്പോൾ അതുപോലെ ഇപ്പൊ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ അതിനൊരു ബിസിനസ് ആക്കി മാറ്റാൻ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പൊ ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നല്ല രീതിയിൽ അച്ചാർ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ നമുക്ക് അതിനൊരു ബിസിനസ് ആക്കി മാറ്റാം. ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിയമപരമായിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഇപ്പൊ നമ്മൾ വീട്ടിലായിരിക്കും മിക്കപ്പോഴും ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ വീട്ടിൽ നിന്ന് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ഓക്കെ ആണെങ്കിലാണ് നമുക്ക് ലൈസൻസ് കിട്ടത്തുള്ളൂ. പല ആളുകളുടെയും വിചാരം ഫുഡ് ആൻഡ് സേഫ്റ്റി FSSAI മാത്രം മതി എന്നുള്ളതാണ്. എന്നാൽ FSSAI മാത്രം പോരാട്ടോ, നമുക്ക് പാക്കർ ലൈസൻസ് ആവശ്യമാണ്. അതുപോലെ നമ്മുടെ പ്രോഡക്റ്റ് സൂപ്പർ മാർക്കറ്റിൽ വിൽക്കുന്നുണ്ടെങ്കിൽ GST രജിസ്ട്രേഷൻ ആവശ്യമാണ്. GST അങ്ങനെയൊന്നും ഓർത്തിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് തന്നെ നിയമപരമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പൊ നമ്മുടെ വീട്ടിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് കിട്ടും, ഇനി അതുപോലെ പാക്കർ ലൈസൻസ് കിട്ടും. പിന്നെ നമ്മുടെ ബിസിനസ് അല്പം കൂടി വളർന്നു വരുമ്പോൾ നമുക്ക് GST എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ GST എടുക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഞങ്ങളെ സമീപിക്കാം, അതല്ലെങ്കിൽ ഞങ്ങളെ പോലെയുള്ള ഒരുപാട് ബിസിനസ് കൺസൾട്ടൻസികൾ ഉണ്ട്. നിങ്ങൾക്ക് അവരെ സംബന്ധിച്ചിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്, ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ആ ഡോക്യുമെന്റ്സ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ബിസിനസ് കൺസൾട്ടൻസിയുടെ നമ്പർ ഞാൻ ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അച്ചാർ ഉണ്ടാക്കുന്നതിന്റെ ലീഗൽ സൈഡ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് ഇപ്പൊ നമ്മൾ വീട്ടിലാണ് അച്ചാർ ഉണ്ടാക്കുന്നതെങ്കിൽ ഗവൺമെന്റ് ഓഫീസേഴ്സ് ചെക്കിങ്ങിന് വരികയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ചില അറേഞ്ച്മെന്റ്സ് ഒക്കെ നമ്മൾ ചെയ്യണം. ഈ ഒരു ലൈസൻസിന്റെ പാർട്ടായിട്ട് ചെക്കിങ് ഉണ്ടാവില്ല, എന്നാലും നമ്മളൊരു ഫുഡ് ബിസിനസ് ചെയ്യുന്ന സ്ഥലത്ത് എപ്പോൾ വേണമെങ്കിലും ഓഫീസേഴ്സിന് ചെക്കിങ്ങിന് വരാം. അപ്പൊ നമ്മൾ ചില അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ ഗ്ലൗസ് ഇടണം, ക്യാപ്പ് ഇടണം, അങ്ങനെയുള്ള ഒരുപാട് റൂൾസ് ഉണ്ട്. എന്തിനാ നമ്മുടെ കൈ വാഷ് ചെയ്യുന്നതിന് പോലും ശരിയായിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അച്ചാർ ബിസിനസിന്റെ ട്രെയിനിങ്ങിനകത്ത് നമ്മൾ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നിയമപരമായിട്ടുള്ള വശങ്ങളൊക്കെ സെറ്റ് ചെയ്തു, നമ്മൾ അങ്ങനെ വീട്ടിലൊരു അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തു. അടുത്തായിട്ട് ചെയ്യേണ്ടത് നമ്മളുടെ അച്ചാറിന് ഒരു പേര് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ബ്രാൻഡ് നെയിം എന്ന് പറയൂ അല്ലെ, വളരെ നല്ലൊരു നെയിം, ഇതുവരെ ആരും ഇടാത്ത നെയിം, വേറെ ആരും ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാത്ത ഒരു പേര് വേണം നമ്മളുടെ അച്ചാറിന് കണ്ടെത്താനായിട്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പേര് കണ്ടുപിടിക്കണം. ട്രേഡ് മാർക്ക് രജിസ്റ്റർ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അച്ചാർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് നാളെ കേടുകൂടാതിരിക്കണമെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡ് എന്ന് വെച്ചാൽ എന്താണ്, പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരുപാട് വിദ്യകളുണ്ട് അല്ലെ. അതായത് ശരിയായ രീതിയിൽ pH നിലനിർത്തുക, ശരിയായ രീതിയിൽ നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുക, ശരിയായ രീതിയിൽ നമ്മൾ വിനെഗർ ആഡ് ചെയ്യുക, ശരിയായ രീതിയിൽ ചൂടാക്കുക, അങ്ങനെയുള്ള ഒരുപാട് മെത്തേഡ് വഴി നമുക്ക് നമ്മളുടെ അച്ചാറിനെ 6-7 മാസം വരെ കേടുകൂടാതെ ഇരുത്താനായിട്ട് സാധിക്കും. ഇനി അതുകൂടാതെ ചില പ്രിസർവേറ്റീവ്സ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ അത് ഈ വീഡിയോയിൽ പറയുന്നില്ല. അതിന്റെ കാരണം ശരിയായ അളവിലല്ല നിങ്ങൾ ആഡ് ചെയ്തെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ശരിയായ രീതിയിൽ ഗൈഡ് കിട്ടിയ ശേഷം മാത്രം പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുക. അത് നമ്മുടെ ട്രെയിനിങ്ങിനകത്ത് ഉണ്ട് കേട്ടോ.
അപ്പോൾ അച്ചാർ വളരെ ക്ലീൻ ആയിട്ട് ഒരു ബാക്ടീരിയ പോലും ഉള്ളിൽ കിടക്കാതെ ഉണ്ടാക്കിയാൽ മാത്രമാണ് നമുക്ക് ഒരുപാട് നാള് കേടുകൂടാതെ ഇരുത്താനായിട്ട് സാധിക്കത്തുള്ളൂ. വൃത്തിയില്ലാത്ത സ്ഥലത്ത് അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബാക്ടീരിയ വന്നിട്ട് അതിലെ ഫംഗസും പൂപ്പലൊക്കെ വന്നിട്ട് ടേസ്റ്റ് ഒക്കെ മാറി അച്ചാർ കേടായി പോവും. അപ്പൊ നിങ്ങൾ വളരെ വൃത്തിയിൽ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത അച്ചാർ നമുക്ക് എങ്ങനെ വിൽക്കാനായിട്ട് സാധിക്കും? ഇന്ന് പല ആളുകളും ഷോപ്പിലാണല്ലേ വിൽക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, നമുക്ക് നമ്മുടെ ഓൺലൈനായിട്ട്, അതായത് നമ്മളുടെ ആമസോൺ, മീഷോ, ഫ്ലിപ്കാർട്ട് നിങ്ങൾക്ക് വിൽക്കാം. മീഷോ, ഫ്ലിപ്കാർട്ടിൽ പ്രോഡക്റ്റ് വിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വിൽക്കുന്നുണ്ട്, ഷോപ്പിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മാർക്കറ്റിംഗ് രീതി ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ലക്ഷക്കണക്കിന് എമൗണ്ട് നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ കൊടുക്കുമ്പോൾ എത്ര രൂപ പ്രോഫിറ്റ് തരണം, മാർജിൻ തരണം, അവർക്ക് എത്ര രൂപ കമ്മീഷൻ കൊടുക്കണം, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലെങ്കിൽ നമ്മളുടെ ട്രെയിനിങ് സെക്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സപ്പോർട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അച്ചാർ ബിസിനസിന്റെ ട്രെയിനിങ്ങിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പ്രൈസ് എങ്ങനെ ഫിക്സ് ചെയ്യാം, എന്തൊക്കെ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാം, നാച്ചുറൽ മെത്തേഡ്, ലീഗൽ ആയിട്ടുള്ള സൈഡ്, മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, നോർമൽ ആയിട്ടുള്ള മാർക്കറ്റിംഗ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതുകൂടാതെ വാട്സാപ്പിൽ നിങ്ങൾക്ക് എന്നോട് നേരിട്ട് സംശയം ചോദിക്കാനായിട്ട് സാധിക്കും. മൺഡേ ടു സാറ്റർഡേ 10 AM to 5 PM നിങ്ങൾക്ക് നമ്മുടെ ട്രെയിനിങ് എടുക്കുന്ന മെമ്പേഴ്സിന് നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സപ്പോർട്ട് ഈ ഒരു അച്ചാർ ബിസിനസ്സിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ബിസിനസ് ആയിട്ട് തന്നെയാണ് കേട്ടോ. നമുക്ക് വളരെ വലിയൊരു എമൗണ്ട് ഈ ഒരു കൊച്ചു ബിസിനസ്സിൽ നിന്ന് ഏണിങ്സ് ആയിട്ട് കിട്ടുന്നുണ്ട്. വീട്ടിൽ തന്നെ വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ചെറിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? ജസ്റ്റ് ഒരു 5000 രൂപ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ഇതാണ് കേട്ടോ കോൺടാക്ട് ചെയ്യേണ്ട വാട്സാപ്പ് നമ്പർ. മെസ്സേജ് ചെയ്യുക കേട്ടോ.